ഈ കള്ളം പറഞ്ഞുകൊണ്ട് ജയറാമേട്ടൻ മോശമാണെന്നോ അല്ലെങ്കിൽ ജയറാമേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കുറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ കള്ളങ്ങൾ ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ അവരുടെ മുമ്പിൽ വളരെയധികം വിനയത്തോടെ നിൽക്കുകയും അതേസമയം കേരളത്തിലോട്ട് പോയത് അപ്പം അവരെ ഒരു മാനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ താത്തുന്ന രീതിയിൽ. അവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ജയറാമേട്ടൻ എയറിലാണ്. ദിലീപിന് മുമ്പ് ജനപ്രിയ നായകൻ എന്ന ലേബൽ സ്വന്തമായി കൈവശം വെച്ചിരുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കുമൊപ്പം ഒരു സ്റ്റാർട്ടത്തോടു കൂടി മലയാള സിനിമ അടക്കി വാണിരുന്ന കുടുംബ പ്രേക്ഷകന്റെ പ്രിയപ്പെട്ടവൻ, കുടുംബ സിനിമകളുടെ അമരക്കാരൻ, കുടുംബ കഥകളുടെ ഉസ്താദ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ജയറാം മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരുന്നത്. അദ്ദേഹം ചെയ്തിരുന്നത് ഏറ്റവും കൂടുതലും കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കുടുംബ ചിത്രങ്ങളായിരുന്നു. ഒരു ഫാമിലി സ്റ്റാർ എന്നൊക്കെ ഇപ്പോൾ ബേസിൽ ജോസഫിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു കാലത്ത് ഫാമിലി സ്റ്റാർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയറാമേട്ടൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഒരു കാലഘട്ടം മുഴുവൻ കുടുംബ ചിത്രങ്ങൾ അടക്കി വാണിരുന്ന അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പിൽക്കാലത്തെ ഒരു പരാജയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആളുകൾ മാറി ചിന്തിക്കും. ആ ഒരു ചിന്തയിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ സ്റ്റാർഡം ഒക്കെ ഒന്ന് അല്പം ഡൗൺ ആയി. മലയാള സിനിമയിൽ നിലനിൽക്കുന്നെങ്കിൽ പോലും ആ ഒരു സ്റ്റാർഡം ആ ഒരു ലെവലിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. പിന്നീട് പല ഭാഷകളായി ഇപ്പോൾ നിലവിൽ തെലുങ്കിലും തമിഴിലൊക്കെ മറ്റു പല വേഷങ്ങളും ചെയ്ത് അദ്ദേഹം പോകുന്നു. അപ്പൊ ഈയിടെ അദ്ദേഹം ഒന്ന് എയറിൽ പോയി, ഇടയ്ക്കൊക്കെ ഒന്ന് എയറിൽ പോകുന്നതാണ്. ഇത്തവണ പോകാനുണ്ടായ ഒരു കാരണം அது நமக்கு ആ வீடியோ ஒன்று காணும். கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டேரக்டர். என்னோட போர்ஷன் ஃபைட்லாம் முடிஞ்சிருச்சு. கரெக்டாக தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். சார் எனக்கு தீபாவளി தான் മുഖ്യം. அப்படின்னா പോകണം. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, പുള്ളി 2023 ഒരു മലയാളം ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ, അതുപോലെ തന്നെ 2026 ഒരു തമിഴ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്. അപ്പം ഈ 2023 അദ്ദേഹം പറഞ്ഞ കഥ, അതായത് 2020 എന്ന മൂവി റിലീസായ സമയത്ത് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ക്ലൈമാക്സ് പോർഷൻ ഷൂട്ടിങ്ങിന്റെ കാര്യമാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ക്ലൈമാക്സിൽ ഇവർ 5 പേര് ഒന്നിച്ച് മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപിയും ദിലീപും ജയറാം ഒന്നിച്ച് നടന്നു വരുന്നൊരു സീൻ, ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ജയറാമിന് പുള്ളിക്ക് ഡേറ്റിന്റെ ഇഷ്യൂ, ശബരിമലയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ടൈമിൽ സാറിനോട് പറഞ്ഞു, ജോഷി സാറായിരുന്നു അതിന്റെ ഡയറക്ടർ, സാർ എനിക്ക് എന്തായാലും പോകണം, അതുകൊണ്ട് ഞാനില്ല, ഇതിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം ആ പോർഷൻ ഷൂട്ട് ചെയ്യാതെ അവിടുന്ന് പോവുകയായിരുന്നു. അതായിരുന്നു അന്ന് അദ്ദേഹം ആ 2023 നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 2026 പുള്ളി തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഇന്റർവ്യൂ എടുത്തിരുന്നത് ആണെങ്കിൽ ശിവാജി ഗണേശൻ സാറിന്റെ മകൻ, പ്രഭു സാറിന്റെ ഒക്കെ സഹോദരനായിട്ടുള്ള രാംകുമാർ ഗണേശൻ. അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ വളരെ വിനയാന്വിതനായി ആ വിനയം അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. വല്ലാതെ വിനയം. നമ്മൾ പറയില്ലേ അമിതമായ അമൃതം വിഷം, ഈ അതിവിനയം പുള്ളിക്ക് പറയുക എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ റീസൺ, അന്ന് ഈ പടം ഒഴിവാകാനുണ്ടായിരുന്ന കാരണം, ക്ലൈമാക്സ് പോർഷനിൽ നിന്ന് താൻ ഒഴിവാകാനുണ്ടായ കാരണം അന്ന് ദീപാവലി ആയിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ എനിക്ക് ചെന്നൈയിലേക്ക് വരണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനത് ഒഴിവാക്കിയത്. എനിക്ക് ദീപാവലിയാണ് ആ സിനിമയെക്കാളും മുഖ്യം, ആ ഒരു സീനെക്കാട്ടിയും മുഖ്യം. അതുകൊണ്ട് ഞാനതന്ന് ഒഴിവാക്കി. അതായത് ഈ തമിഴന്മാരെ ഒന്ന് പൊക്കണം, അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യണം. ഞാൻ വളരെ ലെവലിൽ താന്നിരിക്കുകയാണ്, ഞാൻ വളരെ വിനയമുള്ള ആളാണ്. സ്വയം ഈ വിനയം അമിതമായി വിനയം കാണിച്ച്, അതിവിനയം കാണിച്ച് സ്വയം താന്നുകൊണ്ട് അവരുടെ മുമ്പിൽ എന്തോ വലിയ ആളാകുന്നു എന്നൊരു തോന്നലാണ് ജയറാമേട്ടൻ ഉണ്ടായിരുന്നത്. സാധാരണയായിട്ട് പുള്ളി ഇത്തരം കഥകളൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം പുള്ളി പലപ്പോഴായിട്ട് പല കഥകളും പറഞ്ഞു. ഈ കഥകൾ പറയുമ്പോൾ തന്നെ അറിയാം അതിൽ കുറെ കള്ളത്തരങ്ങളാണ്. പക്ഷെ മലയാളികൾക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കഥ പറയാന്ന് പറയുന്ന ഒരു ടാലന്റ് തന്നെയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞ് അമിതമായി കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അപ്പോൾ പുള്ളി ചെയ്തത് ഒരു വലിയ തെറ്റാണെന്നൊന്നുമല്ല, ഒരു തെറ്റാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ ആളുകൾ ട്രോളുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. കാരണം കള്ളം പറഞ്ഞ് ആളുകളെ പറ്റിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, പണ്ടത്തെ കാലമൊന്നുമല്ല, പണ്ട് പുള്ളിക്ക് ഇഷ്ടം പോലെ കഥകൾ പറയാം. കാരണം അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയ വലിയൊരു റേഞ്ചിലൊന്നും വന്നിട്ടില്ല, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമൊന്നുമല്ല. പക്ഷെ ഇന്ന് എന്ത് ചെയ്താലും അത് മറ്റുള്ളവർ അറിയും. ഇപ്പം തമിഴ്നാട്ടിൽ കൊടുത്ത ഇന്റർവ്യൂ മലയാളികൾ എന്തായാലും കാണും. പക്ഷേ ഈ കേരളത്തിൽ നടക്കുന്ന ഇന്റർവ്യൂസ് തമിഴന്മാരോ മറ്റ് ലാംഗ്വേജിലുള്ള ആൾക്കാരെ കാണുമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ മലയാളികൾ എവിടെയും
നമ്മുടെ ആൾ എവിടെയുണ്ടോ അവിടെ ചെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ജയറാമേട്ടൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ വന്ന വീഴ്ച കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. പണ്ടിത്തെ പോലെ ആശാശരത്തിന്റെ പുറകെ ഒരുപാട് സൈക്കിൾ ചവിട്ടി നടന്നിട്ടുണ്ട്. ഭയങ്കര പ്രണയമായിരുന്നു ആശാശരത്തിനോട് എന്നുള്ള രീതിയിലൊക്കെ, ക്രഷ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പുള്ളി മറ്റൊരു കഥ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ആശാശരത്ത് കാര്യം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശാശരത്ത് മറുപടി പറയുകയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. നമ്മൾ ഒരുപാട് പേരുടെ കഥയാണ് നമ്മുടെ ജയറാമുമായിട്ടുള്ള ഒരു ജയറാം സാർ പുറകെ നടന്നു ചുമ്മാ പറയുന്നത്, വെറുതെ പറയുന്നതാണ്. ജയറാമേട്ടന്റെ വെറും കഥയാണത്. പിന്നെ ഒരു സത്യം ബന്ധമില്ലാത്ത അതായത് ജയറാമേട്ടൻ തമാശയ്ക്ക് പറഞ്ഞൊരു കഥയാണ്. ശരിക്കും ജയറാമേട്ടൻ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ നാട്ടിലെ നായകനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഒരു സിനിമാ നടൻ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. ഒരുപാട് പേരെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം പെരുമ്പാവൂർ രവീന്ദ്രനാഥ് മ്യൂസിക് ഡയറക്ടർ, പിന്നെ എൻ്റെ അമ്മ കലാമണ്ഡലം സുമതി. പക്ഷേ ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന്റെ രോമാഞ്ചമായിരുന്നു. ഓക്കെ, എന്നെക്കാളും ഒരുപാട് സീൻ. ജയറാമേട്ടൻ്റെ അനിയത്തി എൻ്റെ കോളേജ് മേറ്റ് ആണ്, മഞ്ജു. അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ജയറാമേട്ടൻ നായകനാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം പുറകെ സ്റ്റേജിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെരുപ്പ് തേഞ്ഞ് തീർന്നു, ഞാൻ കുറേ നാൾ പുറകെ നടന്നു. ആശാശരത്ത് പറഞ്ഞത് കേട്ടല്ലോ. പുള്ളിക്കാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജയറാമേട്ടൻ ആ സമയത്ത് ഒരു സ്റ്റാർ ആയിരുന്നു, വലിയ നായകനായിരുന്നു. അപ്പം ആ സമയത്ത് എങ്ങനെയാണ് എൻ്റെ പുറകെ സൈക്കിളും ചവിട്ടി പുറകെ നടന്നു എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഈ തമാശ ഒരു പരിധിയില്ലേ, അതൊരു അമിതമായി കഴിഞ്ഞാൽ ആരെയും വെറുപ്പിക്കും. അമിതമായാൽ അമൃതും വിഷം. സത്യത്തിൽ ഇത് പലരെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത്. ഒരാളെ കാണുമ്പോൾ വല്ലാതെ വിനയം വാടിക്കോടി ചുരിയാം. തൻ്റെ ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് താൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ അറിയുന്നുണ്ട്, അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജയറാമേട്ടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കഥ പറച്ചിൽ എന്നുള്ള സ്വഭാവം അത് പണ്ട് മുതലേ ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ബ്ലഡ്. എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജയറാമിന് എന്നും പുതിയൊരു കഥ പറയാനുണ്ട്, എന്നും പുതിയ പുതിയ കഥകളായിരിക്കും പറയാ. കാരണം പുള്ളിക്ക് ഈ കള്ളങ്ങൾ കൂട്ടിച്ചേർക്കാൻ വളരെ എളുപ്പമാണ്. അതൊരു ടാലന്റ് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും ആ സ്കില്ല് അത്, പക്ഷെ അതൊരു തെറ്റായ രീതിയിലേക്ക് പോയ, അല്ലെങ്കിൽ പുള്ളിയെ എയറിലേക്ക് കൊണ്ടുപോയ ഒരു അവസരമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഈ കണ്ടിട്ടുള്ള ഈ വീഡിയോസൊക്കെ. എന്തായാലും ഈ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കിയതിനെ തുടർന്നും പല വീഡിയോസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല ട്രോളുകളും അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. 2020 ക്ലൈമാക്സ് ഷൂട്ടിന് നിൽക്കാതെ ജയറാമേട്ടൻ പോയത് അങ്ങോട്ട്. ഓപ്ഷൻ എ ദീപാവലി ആഘോഷിക്കാൻ, ഓപ്ഷൻ ബി ഓണം ആഘോഷിക്കാൻ, ഓപ്ഷൻ സി കിങ് ഓപ്റ്റിക്കൽസിലേക്ക് കണ്ണട വാങ്ങാൻ. എന്തായാലും കണ്ടല്ലോ, ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയാണ്. പുള്ളി ഒരു ചെറിയൊരു കള്ളം പറഞ്ഞതാണ്, പക്ഷേ ഈ കള്ളങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ പുള്ളി പെട്ടു, സത്യത്തിൽ അങ്ങ് പെട്ടു. ട്രോളിന്റെ പെരുമഴ ഏറെയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴും പുള്ളി എന്തോ വലിയൊരു തെറ്റ് ചെയ്തതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഒരു തെറ്റാണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. കാരണം ഇതുകൊണ്ട് മറ്റാരും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു തെറ്റായിട്ട്, ഒരു വഞ്ചനയായിട്ടൊന്നും കാണേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു പൊങ്ങച്ചം, ഒരു ഇത്തരത്തിൽ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ ട്രോളും, ആളുകൾ കളിയാക്കും. അത് സഹിച്ചേ പറ്റുള്ളൂ. അതിനിപ്പോൾ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. കാരണം ഏതൊരു കാര്യം അമിതമായി കഴിഞ്ഞാൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ജയറാമേട്ടനാണെങ്കിലും ആരാണെങ്കിലും ശരി, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച മലയാളി പ്രേക്ഷകർക്ക്, ഒരുപാട് പുത്തൻ ഉണർവ് നൽകുന്ന സിനിമകൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ജയറാമേട്ടൻ. ഇപ്പോൾ ജയറാമേട്ടനിൽ നിന്നും ഇനിയും നല്ല നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. സിനിമയ്ക്ക് പുറമെ ചെണ്ട കൊട്ടാനും അതുപോലെ തന്നെ മിമിക്രി ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാകാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ ഇഷ്ടമാണ്. ഈ അതിവിനയം, അമിത വിനയം, ഇത് അല്പം ഒന്ന് ഒഴിവാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം ഒരു മലയാളിയാണ്. ഈ മലയാള സിനിമയിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഞാനൊരു തമിഴനാണ് എന്നുള്ള ഒരു ഭാവം കാണിക്കുന്നു, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയും വീഴ്ചയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് മലയാളി പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ളത്. അവിടെ ജീവിക്കുന്നതും അവിടെയുള്ള കാര്യങ്ങൾ അവരോട് പൊരുത്തപ്പെട്ടു പോകുന്നതും ഒക്കെ നല്ലത്, ഓക്കെ, അതിനൊന്നുമില്ല എതിര് പറയുന്നത്. പക്ഷെ അവിടെ അമിതമായി വിനയം കാണിക്കുമ്പോൾ, ചില കള്ളങ്ങൾ പറയുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള മലയാളികളെ താത്തുന്നതായിട്ടും, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻഡസ്ട്രിയെ താത്തുന്നതായിട്ടും മലയാളികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്തായാലും പുതിയ സിനിമകളൊക്കെ ഇറങ്ങട്ടെ, ഹിറ്റാവട്ടെ. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.